കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാം, അതുപോലെ നല്ല ടേസ്റ്റിയോടുകൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ പെട്ടെന്ന് തന്നെയാണ് തയ്യാറാക്കിയത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വെള്ള കളറിൻ്റെ 2 ടൈപ്പിലെ ഉരുളക്കിഴങ്ങ് ഇവിടെ കിട്ടും. ഇത് വെള്ള കളറിൻ്റെ, ഇതിൽ മധുരം കുറവാണെന്ന് തോന്നും. മറ്റേ ചുമന്ന കളറിൻ്റെതിന് അല്പം മധുരം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വെള്ള കളറിൻ്റെ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കണം. പിന്നെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാൻ അറിയാം. എല്ലാവരും വെക്കുന്ന രീതികൾ ചിലപ്പം വ്യത്യാസമുണ്ടായിരിക്കാം. ഞാനിവിടെ ഇതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് തന്നെയാണ് ഇടുന്നത്, കാരണം പെട്ടെന്നല്ലെങ്കിൽ കറുത്ത് പോകും. ഉരുളക്കിഴങ്ങ് എപ്പോഴും നമ്മൾ ചെത്തിയിട്ട് അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത് പോകും. ഇനി ഇത് ഈ രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നത്, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണേലും അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കനം കുറച്ച് ഈ രീതിയിൽ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടമുള്ള ഒന്നല്ലേ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി കടുകിട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം കടുക് ഞാൻ ചെറിയ കടുകാണ് ചേർത്തത്. കടുക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പിലെ കടുകുണ്ടെന്ന്, ഒന്ന് വലിയ സൈസിൽ, ഒന്ന് ചെറിയ സൈസിൽ. ചെറിയ സൈസിലെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും, പക്ഷേ വലിയ സൈസിലെ അത് പെട്ടെന്ന് പൊട്ടിക്കിട്ടത്തില്ല. പക്ഷേ മെഴുക്കുവരട്ടി തോരനൊക്കെ വെക്കാൻ നേരത്ത് ഈ ചെറിയ കടുക് ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പം കടുക് വാങ്ങിക്കുമ്പം നോക്കി വാങ്ങിക്കുക. ചെറിയ കടുകാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അറിയില്ല. ഞാൻ കടുക് പൊട്ടിയതിന് ശേഷം അല്പം സവാള ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ചേരുവകൾ ചേർത്ത് എടുത്താൽ മതി. മെഴുക്കുവരട്ടി ഇത് റെഡിയാവും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനി ഇതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. അല്പം പോലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇതൊന്ന് നല്ലവണ്ണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാലയാണ്. പിന്നെ പെരുംജീരകം പൊടിച്ചത് അതുകൂടി ചേർത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ സ്ഥലത്ത് ഗരം മസാല ചേർക്കാം. എനിക്ക് ഗരം മസാല ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. അപ്പം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കി കുട്ടികൾ കൊടുത്താൽ അവരത് കഴിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഒന്നല്ല. അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്തൂരി മേത്തി ഞാനിവിടെ ഇച്ചിരി ചേർക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമാണ്. അത് നല്ല ടേസ്റ്റാണ് ചേർക്കുമ്പം. നിങ്ങളൊരു പ്രാവശ്യം ചേർത്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോഴൊക്കെയും ചേർക്കാൻ പറ്റും. കസ്തൂരി മേത്തി അല്പം വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ ഇതുപോലെ കറികളൊക്കെ വെക്കുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതിവിടെ കുരുമുളക് പൊടി ചേർത്തു. അതോടൊപ്പം തന്നെ
അല്പം കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ചെറുതീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോയും ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അഭിപ്രായം അറിയിക്കുമ്പം തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ പറ്റും. പറയുവാൻ കുറച്ച് അറിയത്തില്ല, അതുകൊണ്ട് അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ